ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ ഓർക്കുന്നുണ്ടോ നിങ്ങളെ? വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടെംപ്രസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. King of Swords, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? Ten of Swords, the Tower card, ദ ഹാങ്ഡ് മാൻ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പൊ ഒരു സെപ്പറേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയമാണ്. ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം നിങ്ങളടുത്ത് ഒരുപാട് അവർക്ക് തോന്നുന്നുണ്ട്. പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ അത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഉള്ളിൽ വരുന്ന നിങ്ങളോടുള്ള സ്നേഹം അതവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഉള്ളിൽ തന്നെ വെച്ച് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഇപ്പോൾ ഒരു ആളും കൂട്ടിനില്ലാതെ, ഒരാളും സപ്പോർട്ടിനില്ലാതെ, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇപ്പൊ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി ഒരു റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളും സ്വന്തം കാര്യം നോക്കി സ്വന്തമായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്നേഹം തോന്നുന്ന സമയമാണ്. അത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല, അത് ഞാൻ ഫസ്റ്റേ പറഞ്ഞു. ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് മേ ബി നിങ്ങൾ പല ആളുകളുടെയും പേഴ്സൺസ് ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരാളായിരിക്കാം. അതായത് ദൈവവിശ്വാസത്തിലേക്ക് പോയി എന്നല്ല, സ്വന്തം ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനുള്ള ഓട്ടത്തിലായിരിക്കാം. കാരണം ഫിനാൻഷ്യലി ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല. അപ്പം ഈ റിലേഷൻഷിപ്പ് നടുവിൽ നിൽക്കുമ്പം ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല, റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് അവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ടെമ്പറൻസ് കാർഡാണ്, ഒരു സ്പിരിച്വാലിറ്റി ആണ് ഇവിടെ കാണുന്നത്. സോ
സ്വന്തമായിട്ടൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് വളരെ ക്രൂവലായിട്ട് പെരുമാറേണ്ടി വരുന്നു അവർക്ക്. മനസ്സിലായോ? അതായത് അവർക്ക് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണം, അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളടുത്ത് കുറച്ചും കൂടി ഭയങ്കര ഒരു റഫായിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം, നിങ്ങൾ അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ. അതായത് അവരുടെ അടുത്ത് വളരെയധികം താഴ്മയോടെ സംസാരിച്ച് ചെല്ലുക, എനിക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അത്രത്തോളം ഫോഴ്സ് ചെയ്യുക. അപ്പം ആ പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അവർക്ക് വളരെയധികം ഒരു സ്ട്രെസ് തോന്നുക ലൈഫിൽ, ആ സിറ്റുവേഷൻസ് വെച്ചിട്ട് സ്ട്രെസ് തോന്നുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഭയങ്കര റഫായിട്ട് സംസാരിക്കേണ്ടി വരുന്നു, നിങ്ങളെ വേണ്ടാന്ന് പറയേണ്ടി വരുന്നു, ശല്യം ചെയ്യരുതെന്ന് നിങ്ങളടുത്ത് അവർക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അബ്രോഡൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് കാണാനൊന്നും പറ്റാത്ത ഒരു ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ റിലേഷൻ ആയിരിക്കാം. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടവരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങളടുത്ത് വളരെ റഫായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. ഇങ്ങനെ റഫായിട്ട് സംസാരിക്കുന്നതിന്റെ റീസൺ നിങ്ങളാണ്. കാരണം നിങ്ങൾ അവരെ പുറകാലെ പോയിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ അവരെ ശല്യം ചെയ്യുന്നുണ്ടാകാം. മേ ബി അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം നിങ്ങൾ അവരെ ഇങ്ങനെ മെന്റലി ഒരു സ്ട്രെസ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ സ്നേഹത്തിന്റെ പേരിലാണ്. പക്ഷെ അത് അവർക്ക് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളടുത്ത് വളരെയധികം സ്നേഹമാണ്, ഒരുപാട് സ്നേഹമുണ്ട്, കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ പോലും അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ബാലൻസ് എന്തായാലും കൊണ്ടുവരണം, ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യിപ്പിക്കണം എന്ന് അവർ നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകാം, ഒരു ക്ലാരിഫിക്കേഷൻ അവർ തന്നിട്ടുണ്ടാകും, ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാകാം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകാം, ബ്ലോക്ക് ആക്കിയവർ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാം. കാരണം ഇവിടെ 8 of Wands എന്ന കാർഡ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. ഒരു ഗുഡ് ന്യൂസ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാർഡാണിത്. ആൻഡ് അതിന്റെ തൊട്ട് താഴെ തന്നെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ അവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ. അതായത് അവർക്ക് സ്റ്റെബിലിറ്റി വേണം, എന്നാൽ ഒരു വശത്ത് നിങ്ങളെയും വേണം. പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും എഫേർട്ട് എടുക്കുന്നതും അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യാത്തവരുടെ ലൈഫിൽ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർക്ക് സഡൻ ആയിട്ട് ഒരു ചേഞ്ച് വരും, ഈ സിറ്റുവേഷൻസ് എല്ലാം തന്നെ തകർന്നു പോകും. അതായത് ഇപ്പം അവർ ഫേസ് ചെയ്യുന്ന, നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ള എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻസ് എല്ലാം തന്നെ അവർ എൻഡ് ചെയ്യിപ്പിക്കും. കാരണം സിറ്റുവേഷൻസ് എല്ലാം ഡൗൺ ആകുന്നുണ്ട്, നിലത്ത് വീണ് പോകുന്നുണ്ട്. ആൻഡ് സഡൻ ആയിട്ട് അവർക്കൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. ആ ചേഞ്ചിലാണ് നിങ്ങൾക്ക് ഇവിടെ ഗുഡ് ന്യൂസ് കിട്ടാൻ പോകുന്നത് അവരെടുത്ത് നിന്നിട്ട്. അത് എന്തും ആകാം, അവരെടുത്ത് നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കും, ചെയ്യാത്തവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിനുശേഷമായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ഈ അടക്കി വെച്ചിട്ടുള്ള എല്ലാ സ്നേഹവും, ഇപ്പൊ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ തുടക്കമേ പറഞ്ഞു, ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്, പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ഗുഡ് ന്യൂസ് വന്നതിന് ശേഷം നിങ്ങളടുത്ത് അവർ അടക്കി വെച്ചിട്ടുള്ള എല്ലാ സ്നേഹം തന്നെ അവർ പുറത്തോട്ട് എടുത്തിട്ട് കാണിക്കും എന്ന് ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ സിറ്റുവേഷൻസ് എല്ലാം തന്നെ അവർ എൻഡ് ആക്കും. ഡെത്ത് ആണ്. ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു റീയൂണിയൻ ആണ്, പുതിയൊരു തുടക്കം. അതാണ് ഞാൻ പറഞ്ഞത്, അവരിവിടെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കൂടത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെന്റ് കൊണ്ടുവരണം, പോസിറ്റീവായിട്ട് ബാലൻസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഈ സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നിരിക്കാം. പക്ഷെ ഈ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന സമയത്ത്
അതായത് ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് അവർ അവരിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതാണ് അവരുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പം നിങ്ങളും കൂടി കൊടുക്കുന്ന സ്ട്രെസ് അവർക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് പോകുമ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചേസ് ചെയ്ത് പോയാലും ആ ഒരു എനർജി പോലും അവരെ എഫക്ട് ചെയ്യുകയാണ്. ആ നിങ്ങൾ മാറി നിന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പോലും അവരെ സംബന്ധിച്ച് അത് അവർക്ക് ആ ഒരു എനർജി, അതായത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു എനർജി അവരെ എഫക്ട് ചെയ്യുകയാണ്. അപ്പൊ അതില് അവർ ഡൗൺ ആയിട്ട് പോകും. അവർ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരും. അതിനെയാണ് മാനിഫെസ്റ്റ് എന്നും പറയാം. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ആ സ്റ്റെബിലിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് തലയ്ക്കൊരു സ്ട്രെസ് ആണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി ഇങ്ങനെ അവർ നിർത്തുന്നത്. ഒരു ബൗണ്ടറി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങളെ അതിന്റെ ഉള്ളിലേക്ക് കിടത്തി വിടുന്നില്ല അവര്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ദെൻ അവർ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം ഓപ്പൺ അപ്പ് ആവുന്നതാണ്. ഒരു റിയൂണിയൻ ആണ് ഇവിടെ ഫൈനലി വന്നിട്ടുള്ളത്. ഒരു റിയൂണിയൻ ആണ്. ആ സിറ്റുവേഷൻസ് എല്ലാം എൻഡ് വന്നിട്ട് ഒരു റിയൂണിയൻ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.